അല്പസമയം വചനം ശുശ്രൂഷിക്കാനായിട്ടൊരു വേദവചനം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉച്ചരിച്ച ഒരു പദമാണ്, അവൻ്റെ അതിരത്തിൽ നിന്ന് വന്ന ഒരു തേൻമൊഴിയാണ്. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴേ ഈ സന്ദർഭത്തിൽ യഹൂദന്മാർക്ക് സ്നേഹം ഇല്ലാതായതല്ല, കർത്താവാകുന്ന ദൈവം ഇവരെ മുൻകാലങ്ങളിൽ മനസ്സിലാക്കിയിരുന്ന ഒരു രഹസ്യം പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ല. എന്താണ് സ്നേഹം? യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഈ ഭൂമിയിൽ ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നു എന്ന് പറയുകയും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന പത്രോസിൻ്റെ ഉപദേശത്തിൽ നിൽക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ദൈവം കണ്ടിരിക്കുകയാണ്. കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 13:20, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ന് അവിടെ ഉച്ചരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ദാസന്മാരായ ശിഷ്യന്മാരെയാണ്. ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പുത്രനായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ് 13:20, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കർത്താവാകുന്ന യേശു ആരെയാണ് അയച്ചത്? അയച്ചത് അപ്പോസ്തലന്മാരെയാണ്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ എന്ന അയക്കപ്പെട്ടവനെ ആരയച്ചു? ദൈവമായ നസറേനായ യേശു ക്രിസ്തു അയച്ചു. എന്തിനു വേണ്ടി? യേശുക്രിസ്തു എന്ന പേരിനെക്കുറിച്ച് സാക്ഷ്യം പറയാനും അവൻ്റെ ക്രൂശിൻ്റെ വചനത്തെക്കുറിച്ച്, ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത്. കർത്താവ് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാനാധിപതിയും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ നസറേനായ യേശു ക്രിസ്തു എന്ന നമ്മുടെ ദൈവം അവൻ്റെ ശിഷ്യന്മാരെ അയച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചും യേശുക്രിസ്തു എന്ന പേരിനെ കുറിച്ചും സാക്ഷ്യം പറയാനാണ്. പിൽക്കാലത്ത് അവർ പറയുന്നൊരു വചനമാണ്, തിരുനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നത് ധനമെന്ന് ഞങ്ങൾ എണ്ണുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ തിരുനാമത്തിനു വേണ്ടി, അത് യേശുക്രിസ്തു എന്ന പേരിന് വേണ്ടി കഷ്ടം സഹിക്കുക. അപ്പോൾ യേശുക്രിസ്തു എന്ന പേരിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു എന്ന പേരിൽ നമ്മൾ ലോകത്തിൽ അറിയപ്പെടുമ്പോൾ ലോകക്കാരാൽ നമുക്ക് ലഭിക്കുന്ന കഷ്ടങ്ങൾ നിന്ദയാകാം, പരിഹാസമാകാം, ചമ്മട്ടിയാകാം, വാളാകാം, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് ഒറ്റപ്പെടലാകാം, ഭാര്യയും മക്കളിൽ നിന്ന് ഒറ്റപ്പെടുന്നതാകാം, ഭർത്താവും മക്കളിൽ നിന്ന് ഒറ്റപ്പെടുന്നതാകാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതാകാം,
അപ്പം നാം കൂടി വരുന്ന സംഘടനകളിൽ നിന്ന് ഒറ്റപ്പെടുന്നയാകാം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം കൈപ്പറ്റുന്നവരാണ്, അപ്പോസ്തലന്മാരെ കൈക്കൊള്ളുന്നവരാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ സാക്ഷികളായിരുന്ന അപ്പോസ്തലന്മാർ യേശുക്രിസ്തു എന്ന നാമത്തിനു വേണ്ടിയാണ് കഷ്ടം സഹിച്ചത്. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന നാമത്തിനു വേണ്ടി സ്തോത്രം ഉപദ്രവിക്കപ്പെടുന്നവർ, അവരെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ അത് കേൾക്കുകയും അതിൽ സ്തോത്രം ചെയ്യുന്നവർ, സകലവിധമായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ കാരണം എന്താണ്? സ്വർഗത്തിൽ അവരുടെ പ്രതിഫലം വലുതത്രേ. മത്തായിയുടെ സുവിശേഷം 8-18 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാരടുത്ത് വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്ന് കാണിച്ചു തരണം. അപ്പം കർത്താവ് തിരിഞ്ഞൊരു ശിശുവിനെ അടുക്കൽ വിളിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താണ് ശിശുവിൻ്റെ പ്രത്യേകത? ശിശുവിൻ്റെ പ്രത്യേകത, ശിശു ആരാൽ നടത്തപ്പെടുന്നു അവരെ സകലത്തിനും അനുസരിക്കുന്നു. ഇതാണ് ശിശുവിൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാരാൽ നടത്തപ്പെടുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ഉപദേശം, മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള അപ്പോസ്തോലിക ഉപദേശത്തെ അങ്ങനെ തന്നെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ വസിക്കുന്നത്, നമ്മൾ അപ്പോസ്തോലിക ഉപദേശം അനുസരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് പറയുന്നത് ഒരു സ്വർഗത്തിൽ ഏറ്റവും വലിയവരാണ്. ഇപ്പം യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുമ്പോൾ, ദൈവ പൈതലെ നിന്നെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ സന്തോഷിക്കപ്പെടുകയും ഭൂമിയിൽ ഹല്ലേലൂയ ആമേൻ നീ ക്ലേശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിനക്ക് പ്രതിഫലം വലുതാണ്. ഈ പ്രതിഫലം വലുതായ വിശുദ്ധന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നതാണ്, എൻ്റെ നാമനിമിത്തം ഇങ്ങനെ തന്നെത്താൻ ചെറുതാകാൻ ഏൽപ്പിക്കപ്പെടുന്ന ഏതൊരു വിശുദ്ധനും സ്വർഗത്തിൽ ഏറ്റവും വലിയവനത്രേ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്ന സഹിക്കുന്ന, കഷ്ടം സഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. അതാരായി? കർത്താവ് മഹാദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ. അവൻ ഭൂമിയിൽ മനുഷ്യനായതുകൊണ്ട് വേറെ ഒരുവനും, സ്വർഗത്തിലിരിക്കുമ്പോൾ വേറെ ഒരുവനും അങ്ങനെയൊന്നുമില്ല. സ്വർഗത്തിലിരിക്കുന്നവൻ തന്നെയാണ് ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലിപ്പിൽ നമ്മളത് സംസാരിച്ചതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി ഭൂമിയിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. നിക്കോദോമസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വേളയിൽ യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന നിലയിൽ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തു പറയുന്ന സാക്ഷ്യമാണ് എനിക്ക് ആവശ്യം. എനിക്ക് ഭൂമിയിൽ മറ്റാരുടെയും സാക്ഷ്യങ്ങളെ ആവശ്യമില്ല. എനിക്കാവശ്യം യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ്. യേശുക്രിസ്തു തന്നെക്കുറിച്ച് എന്താണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. അപ്പം മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ അതേ മനുഷ്യപുത്രൻ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എന്ന് ഭൂമിയിലിരിക്കുന്ന മനുഷ്യപുത്രൻ നിക്കോദോമസ് എന്ന വ്യക്തിയോട് സാക്ഷ്യം പറയുകയാണ്. ഇതിനപ്പുറം ഇനിയൊരു സാക്ഷ്യത്തിൻ്റെ ആവശ്യം നമുക്കില്ല. ഇതിനപ്പുറം ഒരു വെളിപ്പാടിൻ്റെ ആവശ്യം നമുക്കില്ല. സ്വർഗത്തിൽ തൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഒരേ ഒരു സിംഹാസനമാണ് സ്വർഗത്തിൽ. അതേ സിംഹാസനം ഇരിക്കുന്ന മനുഷ്യപുത്രൻ തന്നെയാണ് ഭൂമിയിൽ ഇരിക്കുന്നതെന്ന് യേശുക്രിസ്തു തന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ
സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യപുത്രൻ ആര്, ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യപുത്രൻ, രണ്ടും രണ്ട് വ്യക്തിയല്ല, ഇത് രണ്ടും ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കാൻ അന്ന് നിക്കോദോമസിന് കഴിഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായനക്കാർക്കും വിവിധ ഉപദേശങ്ങളിൽ കുഴഞ്ഞു കിടക്കുന്നവർക്കും അത് കഴിയാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റം അവരവർക്കും അവരവരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനുമാണ്. അതുകൊണ്ട് പ്രിയരെ, സാത്താനെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അഥവാ യേശുക്രിസ്തുവിനെ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകൾ മനസ്സിലാക്കി ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് അവനെ പിൻപറ്റുന്ന, അവൻ്റെ പരിശുദ്ധമായ നാമമായ യേശുക്രിസ്തു നാമത്തെ പിൻപറ്റുന്ന, ആമേ, സ്വർലോരുടെയും ഭൂലോരുടെയും അധോലോരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരേ ഒരു സ്വർഗത്തിലും ഭൂമിയിലുള്ള ഒരേ ഒരു പേര്, ആ പേരായ യേശുക്രിസ്തു എന്ന പേരിനെ ആമേൻ നമസ്കരിച്ചു വണങ്ങി യേശുക്രിസ്തു എന്ന നാമത്തെ സ്നാനത്തോടുകൂടി ധരിച്ച് പാവങ്ങൾ മോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ ആമീൻ വിശുദ്ധ ജീവൻ നയിപ്പാൻ വിളിക്കപ്പെട്ട ദൈവജനത്തോട് കൂട്ടായ്മ ചേർന്ന് ആ അനുഭവം പ്രാപിച്ച് പോകുന്ന ദൈവവൈതലേ, നിന്നെക്കുറിച്ച് കർത്താവിന് തിരുവെഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ആകിയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. ഇത് ആര് പറഞ്ഞ സാക്ഷ്യമാണ്? സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയത്ത് ഇരിക്കുന്ന മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. സ്തോത്രം. സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ മഹാദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ ഭൂമിയിൽ മഹാദൈവത്തിൻ്റെ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ സ്വർഗത്തിലും ഭൂമിയിലും ഏറ്റവും വലിയവൻ എന്നുള്ളത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, അപ്പൊ ഈ ദൈവം മുൻ നിയമിച്ചതും മുൻ കണ്ടതുമായ ദൈവിക കൃപയുടെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കർത്താവ് യേശു പറയുകയാണ്, എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാ പറയുന്നത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മൾ തീർന്നാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ല എന്ന് യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു നമ്മെ നോക്കി പറയണം, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യനല്ല നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി നിന്നുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നീ ഇന്നു വരെ ജീവിച്ചത് മതിയാക്ക. എന്തിനാ? അതുകൊണ്ട് എന്ത് ഫലം? നശ്വരനായ മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ഫലം കിട്ടാനാ? പ്രിയ ദൈവജനമേ, നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. നാം ദൈവത്തിൻ്റെ പുത്രനെന്ന്, ദൈവത്തിൻ്റെ മകനെന്ന്, നമ്മോട് ജീവന്റെ ആത്മാവാകുന്ന യേശുക്രിസ്തു എന്ന ദൈവശക്തി നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന വിഷയത്തെക്കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നു? റോമലേഖനം 8-ാം അധ്യായത്തിൽ 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചിരിക്കുന്നത്. അടുത്ത 16-ാം വാക്യം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും, അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് ഇവിടെ ആത്മാവ് താനും എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അവിടെ ആത്മാവ് താനും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവശക്തിയാകുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ആമേൻ എവിടെ വസിക്കുന്നു? യേശുക്രിസ്തുവിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എവിടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു? യേശുക്രിസ്തുവിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. യേശുക്രിസ്തുവിൽ വസിക്കുക എന്ന വാക്കിന് അർത്ഥം എന്താണ്? പ്രിയ ദൈവ പൈതലേ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ അധികാരം യേശുക്രിസ്തുവിലാകുകയാണ്. നിങ്ങൾ
ആത്മാവിലും ജീവനിലും ശരീരത്തിലും യേശുക്രിസ്തു എന്ന പേരിനെ ധരിക്കുകയാണ്. യേശുക്രിസ്തു എന്ന പേരിനോട് ചേരുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ സ്നാനത്താൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയാണ്. ഏത് നാമത്തിൽ? യേശുക്രിസ്തു എന്ന നാമത്തിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയാണ്. ഇങ്ങനെ യേശുക്രിസ്തു എന്ന നാമത്തിൽ പാപമോചനം ലഭിക്കപ്പെട്ട യേശുക്രിസ്തുവിനോട് ചേർന്ന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. ആ യേശുക്രിസ്തു എന്ന സ്വന്തത്തിലാണ് ആര് വസിക്കുന്നത്? യേശുക്രിസ്തു എന്ന ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, നാം ദൈവമക്കൾ ആകുന്നു എന്ന് ആത്മാവ് താനും, അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്, നമ്മളിൽ വീണ്ടും ജനിച്ച നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നീ ദൈവത്തിൻ്റെ മകനാണ്. അപ്പം നമ്മൾ ദൈവമകനാണെന്ന് നമ്മളെക്കുറിച്ച് ആര് സാക്ഷ്യം പറയണമെന്ന് തിരുവെടുത്ത് പറയുന്നത്? ദൈവം തന്നെ സാക്ഷ്യം പറയണം. ഈ ഭൂമിയിലെ മനുഷ്യൻ നമ്മെക്കുറിച്ച് കൊള്ളാം, നല്ലതാന്ന് പറഞ്ഞ് കൈയടിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ? ഒരു ഗുണവും കിട്ടാനില്ല പ്രിയരെ. ഒരു ലാഭവുമില്ല. അത് മുഖാന്തരം ഒരു ലാഭവും ശേഷിക്കുന്നില്ല. ഈ ശരീരവാസത്തിന് ശേഷം അഥവാ നിങ്ങൾ ഈ ലാഭത്തിൻ്റെ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ലാഭങ്ങൾ ആരും നിങ്ങളെ സഹായിക്കില്ല. ഈ ഒരു ലാഭവും നിങ്ങളെ സഹായിക്കില്ല. ഈ ശരീരവാസത്തിൽ യേശുക്രിസ്തു നമ്മുടെ കർത്താവായി തീർന്നാൽ, യേശുക്രിസ്തു നമ്മുടെ ദൈവമായി തീർന്നാൽ, യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവിനെ അയച്ച ദൈവം നമ്മുടെ പിതാവായി തീർന്നാൽ, എപ്പോഴാണ് പിതാവായി തീരുന്നത്? ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവിനെ അയച്ച ദൈവം എപ്പോഴാണ് നമ്മുടെ പിതാവായി തീർന്നത്? ആ പിതാവിൻ്റെ പേരിൽ നമ്മൾ ഭൂമിയിൽ സ്നാനപ്പെടുമ്പോഴാണ്. മനസ്സിലാകുന്നോ നിങ്ങൾ? പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവ് തൻ്റെ പേര് കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. ആ പേരിനെ നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പൈതലായി തീർന്നു, ദൈവത്തിൻ്റെ പുത്രനായി തീർന്നു. എപ്പോഴാണെന്നറിയാമോ? യേശുക്രിസ്തു എന്ന പേര് ദൈവപുത്രനും യേശുക്രിസ്തു എന്ന പേര് ദൈവപുത്രനും സ്ഥാപിച്ചു. അതായത് മറിയ ഒരു കുഞ്ഞിനെ ജനിച്ചതിന് യേശു എന്ന് പേരിട്ടു. യേശുവിനെ ഏകദേശം 30 വയസ്സിൽ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവായി, അതായത് യേശു ക്രിസ്തുവായി. മനസ്സിലായോ? ഈ യേശുക്രിസ്തു എന്ന പേരിൽ നമ്മൾ അവൻ്റെ ക്രൂശുമരണത്തിന് പങ്കാളിത്തമായി സ്നാനപ്പെടുമ്പോൾ ഈ യേശുക്രിസ്തു എന്ന പേര് നമ്മോട് കണക്കിടുകയാണ്. സ്തോത്രം. യേശുക്രിസ്തു എന്ന പേരിനെ നമ്മൾ ധരിക്കുകയാണ്. എന്തിനാ സ്നാനപ്പെടുന്നത്? യേശുവിനെ ധരിക്കുവാൻ, യേശുക്രിസ്തുവോട് ചേരുവാൻ, യേശുക്രിസ്തുവിനെ നമ്മുടെ പാപമോചനം പ്രാപിപ്പാൻ. അവൾ എന്ത് സംഭവിക്കുന്നു? യേശുക്രിസ്തു എന്ന പേര് നമ്മൾ ധരിക്കപ്പെടുന്നു. യേശുക്രിസ്തു എന്ന പേര് നമുക്ക് ധരിക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമ്മുടെ സ്ഥാനാധിപതിയായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ, അപ്പം നമ്മുടെ സ്ഥാനാധിപതിയായി ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട കുഞ്ഞിന് ദൈവം യേശു എന്ന പേരിട്ട് യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ അവനൊരു പദവിയും കൊടുത്തു. എന്താണ്? പുത്രൻ എന്നൊരു പദവി. ആകയാൽ ഈ യേശുവിൻ്റെ കൽപ്പന പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കൈക്കൊള്ളുമ്പോൾ നമുക്ക് യേശുക്രിസ്തു എന്ന പേരിൽ എന്ത് ലഭിക്കുന്നു? പുത്രത്വം ലഭിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു എന്ന പേര് സ്നാനപ്പെടുന്നവർക്കല്ലാതെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാംശം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കല്ലാതെ പുത്രൻ എന്നൊരു പദവി ആർക്കും ലഭിക്കുന്നില്ല. അപ്പൊ ദൈവപുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പുത്രന്മാർ. ഹല്ലേലൂയ. ഈ ദൈവപുത്രൻ എന്നുള്ള പദവി എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ പേരിലാണ് ഈ ദൈവപുത്രൻ എന്ന പദവി ലഭിക്കേണ്ടത്. അങ്ങനെ ആ പദവി നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, നിങ്ങളത് ധരിക്കുന്നില്ല എങ്കിൽ, നിങ്ങളെ ധരിക്കാൻ നിങ്ങളെ സ്നാനപ്പെടുത്തണം. സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കാതെ നിങ്ങളെ സ്നാനപ്പെടുത്തുക അഥവാ പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നില്ല? ഈ പദവി ലഭിക്കുന്നില്ല. ഇക്കാരണത്താൽ നിങ്ങൾ ഔട്ടായി പോകും, നിങ്ങൾ പുറത്തു പോകും. കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ജനത്തെയും ലോകത്തിൻ്റെ ജനത്തെയും തമ്മിൽ
മരിച്ചു മാറ്റുവാൻ, വേർപെടുത്തുവാൻ, ഇതിൻ്റെ നടുവിലൂടെ വച്ചിരിക്കുന്ന ഒരു നടുവിലുള്ള മാർഗരേഖയാണ് യേശു ക്രിസ്തു എന്ന പേര്. ഒരു വാക്കുകൂടെ കടന്നു പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അരിപ്പയാണ് യേശു ക്രിസ്തു എന്ന പേര്. യേശു ക്രിസ്തു എന്ന പേരിനെ ധരിച്ചവരും യേശു ക്രിസ്തു എന്ന പേര് ധരിക്കാത്തവരും, ഇങ്ങനെ രണ്ട് ജാതികളാണ് ലോകത്തിലുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവിനെ സേവിക്കുമ്പോൾ ദൈവിക വ്യവസ്ഥ പ്രകാരം കർത്താവിനെ സേവിപ്പാൻ ദൈവകരങ്ങളിൽ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിപ്പീൻ. കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ ഭൂമിയിൽ അവനൊരു അനുഗ്രഹമായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം ഒരു അനുഗ്രഹമായിരിക്കും. അവൻ പ്രവർത്തിക്കുന്നതെല്ലാം ഒരു അനുഗ്രഹമായിരിക്കും. അവൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി വെക്കുവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിക്കും കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ തടഞ്ഞു വെക്കുവാൻ, അവൻ്റെ പ്രവർത്തനത്തെ തടഞ്ഞു വെക്കുവാൻ, അവൻ്റെ ശബ്ദത്തെ അവൻ മാറ്റി വെക്കുവാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ദൈവം അടിസ്ഥാനമാക്കി വച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന പേരിലാണ്. യേശുക്രിസ്തു എന്ന പേരിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു എന്ന പേരൊഴികെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനത്തോടു കൂടിയുള്ള ആമേൻ അടിസ്ഥാനവും വിശുദ്ധ ജീവിതവും കൂടാതെ സ്വർഗരാജ്യത്തിലേക്ക് പോകാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് വെറും ഒരു ആഗ്രഹവും അത് വെറും ഒരു ലക്ഷ്യവുമാകുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ശത്രു നിങ്ങളെ ചതിക്കരുത്. കർത്താവാകുന്ന ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരുക. കർത്താവായ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവം ഒരു അല്പമൊന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേ. ദൈവത്തിൻ്റെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേര് യേശുക്രിസ്തു എന്നാകുന്നുവെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ പേര് എങ്ങനെയായിരിക്കും? യേശുക്രിസ്തു എന്നായിരിക്കും, അതോ വേറെ എല്ലായിരിക്കും? ഇപ്പം ഫോർ എക്സാമ്പിൾ, ജോൺസൺ എന്നൊരു വ്യക്തിയുടെ ശിരസിൻ്റെ പേര് ജോൺസൺ എന്നാണെങ്കിൽ ശരീരത്തിൻ്റെ പേര് വേറെ എന്തായിരിക്കുമോ? ഹല്ലേലൂയ. മാത്യൂസ് എന്നൊരു വ്യക്തിയുടെ ശിരസിൻ്റെ പേര് മാത്യൂസ് എന്നാകുന്നെങ്കിൽ ശരീരത്തിന് വേറെ ഏതെങ്കിലും പേരുണ്ടാകുമോ? ഹല്ലേലൂയ. ആമീൻ. അബ്രഹാം എന്നൊരു വ്യക്തിയുടെ ശിരസിൻ്റെ പേര് അബ്രഹാം എന്നാകുന്നെങ്കിൽ ആമീൻ ശരീരത്തിൻ്റെ പേര് വേറെ ഏതെങ്കിലും പേരാകും? ആകുമോ സഹോദരൻ? ഇസഹാക്ക് എന്നൊരു വ്യക്തിയുടെ, യാക്കോബ് എന്ന വ്യക്തിയുടെ ശിരസിൻ്റെ പേര് ആമീൻ യാക്കോബെന്നും ഇസഹാക്കെന്നുമാണെങ്കിൽ ശരീരത്തിൻ്റെ പേര് വേറെ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ദൈവ ശരീരത്തിൻ്റെ ശിരസിൻ്റെ പേര് യേശുക്രിസ്തു എന്നാകുന്നെങ്കിൽ ശരീരത്തിൻ്റെ പേര് എന്തോ ആയിരിക്കും? ശരീരത്തിൽ ഓരോ അവയവത്തിനും എന്തായിരിക്കും ദൈവം പേരിടാൻ പോകുന്നത്? ആകയാൽ പ്രിയരെ, ദൈവം തൻ്റെ ദാസനാകുന്ന അപ്പോസ്തോലനായിരിക്കുന്ന പത്രോസ് മുഖാന്തരം, അല്ലെങ്കിൽ 11 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് തിരുവെടുത്ത് വായിക്കുന്നത് എങ്ങനെയെങ്കിൽ അപ്പോസ്തോല ഉപദേശം ആകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനവും അടിസ്ഥാനവും വിട്ടര് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാമെന്ന് ദൈവം നിങ്ങൾക്ക് ആഗ്രഹിക്കാമെന്ന്, അല്ല ഇത് പ്രാപിക്കാമെന്ന് സാത്താൻ നിങ്ങൾക്ക് ആഗ്രഹം തന്നെങ്കിൽ ആ ആഗ്രഹപ്രകാരം ജീവിച്ചാൽ പ്രിയരെ അത് പ്രാപിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് മുഖാന്തരം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക ഉപദേശത്തിന് വിരുദ്ധമായിട്ട് സ്വർഗത്തിലൊരു ദൂതം എന്ന് പറഞ്ഞാലും, ഇനി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞാലും, പൗലോസ് പറയുകയാണ് ഞാൻ എന്നെ ക്രിസ്തുവിലേക്ക് നടത്തിയത് അനന്യാസാകുന്നു, അനന്യാസ് പറഞ്ഞാലും, അനന്യാസ് പത്രോസിൻ്റെ ശിഷ്യനാകുന്നത് പത്രോസ് എന്ന് പറഞ്ഞാലും അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനം, ഈ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം വിട്ടൊരു ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പിതാവായ ദൈവം യേശുക്രിസ്തു മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന അടിസ്ഥാനമാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം. പിതാവിൻ്റെ ആലോചനയാണ്.
പരിശുദ്ധനായ പിതാവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു ക്രിസ്തു എന്ന നാമത്തിലുള്ള സ്നാനവും വേർപാടും. അതിനെ മറിച്ച് കളയുവാൻ ഈ ഭൂമിയിൽ ആർക്ക് കഴിയും പ്രിയരെ? അങ്ങനെ ശ്രമിക്കുന്നെങ്കിൽ ആമൻ, നിങ്ങളെക്കുറിച്ച് കർത്താവാകുന്ന ദൈവം എന്താണ് പറയേണ്ടത്? സാത്താൻ്റെ പുത്രന്മാരൊന്നും അല്ലാതെ വേറെ എന്താണ് ദൈവം നിങ്ങളെക്കുറിച്ച് വിളിക്കാനുള്ളത്? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറിച്ച് കളയുന്നത് ആരാണ്? സാത്താനാണ്. അങ്ങനെ നിങ്ങൾ സാത്താൻ ഇഷ്ടം ചെയ്യുന്നവരാരാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ പ്രവർത്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ആ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, ആമേൻ, ആ പേരിന്, ആ പ്രവർത്തനത്തിന്, അപ്പോസ്തല ഉപദേശത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളിലുള്ള നിങ്ങൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് മഹാദൈവമായ നസറനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച നിങ്ങൾ പിതാവ്. യഹൂദന്മാർ പറയുന്നു ദൈവമാണ് ഞങ്ങളുടെ പിതാവെന്ന്. കർത്താവ് യേശു പറയുന്നതാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ദൈവമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇതേപോലെ ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പറയുന്നു ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനും അപ്പോസ്തോലിക ഉപദേശത്തിനും വിരോധമായി സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ പോഷ്ക് പറയുകയാണ്. നിങ്ങൾ സാത്താനെന്ന പിതാവിൻ്റെ പുത്രന്മാരാണോ? നിങ്ങൾ പിശാചിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വിരോധമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവം അപ്പോസ്തലന്മാരാൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക അടിസ്ഥാന ഉപദേശത്തിന് വിരോധമായി ഏതൊരു വ്യക്തി സംസാരിക്കുന്നുണ്ടോ ആ വ്യക്തി പിശാചിൻ്റെ ദാസനാണ്. പിശാചിൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. കാരണം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവം, സ്തോത്രം, ഈ ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചിട്ട് ആ കുഞ്ഞിന് യേശു എന്ന് പേരിടിച്ചിട്ട് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമായിട്ട് ജനിച്ച കുഞ്ഞിനെ അവർ എന്ത് ചെയ്തു? യേശു എന്ന് പേരിട്ടു. 2 സാക്ഷിമൊഴിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അനുസരിച്ച് യോസഫിന് കൊടുത്ത സ്വപ്നപ്രകാരവും മറിയത്തിന് കൊടുത്ത ദർശനപ്രകാരവും ജനിച്ച കുഞ്ഞിന് അവർ യേശു എന്ന് പേരിട്ടു. ഈ കുഞ്ഞിനെ യോർദാനിൽ ദൈവനീതി ഇതിനാൽ ദൈവനീതി നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യോർദാനിൽ യോഹന്നാന്റെ കരങ്ങളിൽ സ്നാനപ്പെട്ടപ്പോൾ ദൈവം അവരെ അഭിഷേകം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവായി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ എൻ്റെ പ്രിയരെ? ഈ യേശു ക്രിസ്തു നമ്മുടെ എല്ലാം പാവങ്ങൾ വഹിച്ച കൽവറി ക്രൂശിൽ മരിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ? ഈ യേശു ക്രിസ്തു എന്ന പേരിന്റെ ക്രൂശുമരണത്തിന് പങ്കാളിത്തം വഹിക്കാൻ പത്രോസ് മുഖാന്തരം അതേ ദൈവം ആത്മാവാണ്, ദൈവം ശക്തിയാണ്. അതേ ദൈവം പെന്തക്കോസ്ത് നാളിൽ ഇങ്ങനെ ഉപദേശം വിട്ടു. എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം പാപമോചനത്തിന്. ഈ ഉപദേശത്തിന് വിരോധമായിട്ട് ആര് സംസാരിച്ചാലും ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന് വിരോധമായി പ്രവർത്തിക്കുന്നവൻ ആരുടെ ശത്രുവാണ്? മഹാദൈവത്തിൻ്റെ ശത്രുവാണ്. പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം നമ്മൾ കുറുവാക്കിയോ. 43-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് എന്താണ്? സ്തോത്രം, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. ഇത് യേശുക്രിസ്തു കള്ളം പറയാണോ? ഈ ഭൂമിയിലായിരുന്നു നമ്മുടെ കർത്താവ് നമ്മളെ കള്ളം പഠിപ്പിക്കുകയാണോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. അന്ന് യഹൂദന്മാരോട് പറഞ്ഞ അതേ കാര്യമാണ് ഇന്ന് നാമമാത്ര പെന്തക്കോസ്തുകാരോടും പറയാൻ യേശുക്രിസ്തുവിനുള്ളത്. എന്താണ്? ആമേൻ. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ പേര് വേണ്ട. എൻ്റെ പേരില്ലാതെ രക്ഷ പ്രാപിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യേശു ഇന്നത്തെ പെന്തക്കോസ്തുകാരോട് പറയുന്നത് എന്താണ്? യേശു യഹൂദന്മാരോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരോട് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കാരണം നിങ്ങൾക്ക് യേശുക്രിസ്തു എന്ന പേരിലുള്ള
പാവങ്ങളുടെ മോചനത്തിനുള്ള സ്നാനവും അതിൻ പ്രകാരമുള്ള അഭിഷേകവും വിശുദ്ധ ജീവിതവും വേണ്ടാത്തത് കൊണ്ട്, അടിസ്ഥാനമില്ലാതെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസിൻ്റെ ഉപദേശത്തിൽ സ്നാനപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഇത് തന്നെയാണ് സാത്താൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ശത്രു നിങ്ങളെ ചതിക്കരുതേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പേൻ, നിശ്ചയമായും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ യേശു ഭൂതത്തെ പുറത്താക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത് പിതാവിൻ്റെ പേരിലാണ്. ആരുടെ പേരിൽ? യേശുവിനെ അയച്ച പരിശുദ്ധനായ പിതാവിൻ്റെ പേരിലാണ് യേശു ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തത്. യേശു എന്ന പേരിൽ. നമ്മൾ ഒരിടത്ത് വായിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു. അപ്പൊ യേശു എന്ന പേര് ആരുടെ പേരാണ്? പിതാവിൻ്റെ പേരാണ്. അത് പുത്രന് കൊടുത്തതാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആരുടെ പേരിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു എന്ന പേരിലാണ് ചെയ്യുന്നത്. അപ്പം പുത്രനായ യേശു ഭൂതത്തെ പുറത്താക്കിയത് ഏത് പേരിലാണ്? യേശു എന്ന പേരിലാണ്. പുത്രനായ യേശു രോഗികളെ സൗഖ്യമാക്കിയത് ഏത് പേരിലാണ്? വീര്യപ്രവൃത്തി ചെയ്ത് ഏത് പേരിലാണ്? യേശു എന്ന പേരിലാണ്. പുത്രനായ യേശു മരിച്ചു ഉയർപ്പിച്ചത് ഏത് പേരിലാണ്? യേശു എന്ന പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ യേശു എന്ന പേരെന്ന് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രിയ സഹോദര, നീ പിശാചിൻ്റെ ആളല്ലാതെ പിന്നെ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ സ്തോത്രം ഈ സന്ദർഭത്തിൽ വായിച്ചു പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ. മറിയം തോട് ഗബ്രിയേൽ ദൂതൻ ദർശനത്തിൽ, മറിയെ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കണം, യേശു എന്ന പേരിടണം. യോസഫിനോട് പറഞ്ഞ എന്താണ്? സ്വപ്നത്തിൽ, ദാവീദിന്റെ മകനായ യോസഫെ, മറിയത്തെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ട, അവൾ പരിശുദ്ധാത്മാവിൽ അത്ര ഗർഭം ധരിച്ചിരിക്കുന്ന, അവളൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേരിടണം. ഈ യേശു എന്ന പേരിട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ യേശു എന്ന പുത്രൻ പിതാവിനോട് പറയുകയാണ്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്, ആരാ അവർ? ശിഷ്യന്മാർ. നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. എന്തിനാ അവരെ കാത്തുകൊള്ളുന്നത്? യേശു എന്ന പേരിൽ അവർ ഒന്നാകണം. അങ്ങനെയാണെങ്കിൽ യേശു എന്ന പേരാണ് ദൈവം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പേര്. ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്ന യേശു ക്രിസ്തു എന്ന പേരാ. എൻ്റെ പ്രിയരെ, ഇതെങ്കിലും ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയ കണ്ണൊന്ന് പ്രകാശിക്കുക. സഹോദര, നിന്റെ കണ്ണ് എന്തിന് സാത്താൻ ഇങ്ങനെ അടച്ചു വച്ചിരിക്കുന്നു? സഹോദരി, എന്തിനു അടച്ചു വച്ചിരിക്കുന്നു? യേശു ക്രിസ്തു, എന്തിനു നീ അതിന് ഇടം കൊടുക്കുന്നു? യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ 1 കൊരിന്ത്യർ 3:10 ഇത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നതാണ്, സത്യവചനമായി പറയുന്നത്. നിങ്ങളെ സാത്താൻ ചാന്തിച്ചത് വഞ്ചിച്ചത് മതി. ഇനി അങ്ങനൊരു കാര്യം നടക്കരുതേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ വീഡിയോ ഈ ക്ലിപ്പ്, ഈ ഓഡിയോ MP3 നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയരെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് മൂടി വെക്കരുത്, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, എനിക്ക് അങ്ങയുടെ പേര് നൽകി എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ, ഞാൻ പാപരഹിതനാക്കണമേ. ദൈവം
യേശുക്രിസ്തു മുഖാന്തരം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന, അപ്പോസ്തലന്മാർ മുഖാന്തരം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഈ അടിസ്ഥാന ഉപദേശത്തിൽ എന്നെയും കൊണ്ടുവരണമേ. നിന്റെ പേരിലാൽ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എൻ്റെ ദൈവമേ എന്ന് മുട്ടുമേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് വേഗത്തിൽ ദൈവഹിതപ്രകാരം ആമൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ടുകൊള്ളണം. എന്ത് ചെയ്യണ്ടു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച് വിവിധ കൃപാവരങ്ങളാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരൊരിക്കൽ പോയി വിഷയം പറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധ ജീവൻ നയിക്കാൻ നോക്ക്. കർത്താവിൻ്റെ വരവ് ഏറെ അടുത്ത് വന്നിരിക്കുകയാൽ, സമയം എൻ്റെ എൻഡിൽ വന്നിരിക്കുകയാൽ, പ്രിയരെ അങ്ങുമിങ്ങും നോക്കിയാൽ നീ പിന്നിൽ പോയിടും. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോകിയാൽ സാത്താൻ നിന്നെ കൊണ്ടുവന്ന ആ യാതനക്കുഴിയിൽ കൊണ്ടിടും, തീപ്പയെ കൊണ്ടിടും. നിന്നെ സഹായിപ്പാൻ ആരും കാണില്ല. എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. പ്രിയരെ, മടങ്ങി വരുവീൻ. യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.